റൂത്ത് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ആയിഷ ബീവി ഇങ്ങനെ എണ്ണി എണ്ണി പറയാം, അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് നന്നാക്കും. പിന്നെ ആയിഷ ബീവി പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ്, ഞാൻ എന്ത് ചെയ്യണ്ടെങ്കിലും തങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തൊട്ടുരുമ്മി ജീവിച്ച് എനിക്ക് പിന്നെ എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ തങ്ങൾ ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, ബാങ്കൊടുത്ത പിന്നെ ആളെ കാണില്ല പള്ളി. അപ്പോൾ ആയിഷ ബീവി ആ വീട്ടിലെ പിക്ചർ കറക്റ്റ് പറഞ്ഞിരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നമുക്ക് നിരന്തരം പഠിപ്പിച്ചിരുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്, നിങ്ങൾക്ക് അവരോട് കടപ്പാടുണ്ട്. ആ കടപ്പാടുകളെ പണ്ഡിതന്മാരാണ് വിശദീകരിക്കുന്നത്. മഹാന്മാർ വിശദീകരിച്ചു, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് വീട്ടുജോലി ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി സ്റ്റൈല് അങ്ങനെ പണിയെടുക്കുന്നവരല്ല എങ്കിൽ ഒരു സെർവൻറ്റിനെ വെച്ച് കൊടുക്കൽ അസൈൻ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അത് മാത്രമല്ല, ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇതൊന്നും അവർക്ക് നിർബന്ധമായതുകൊണ്ട് അടുക്കള പണി എടുക്കുന്നതോ വീട്ടുജോലി ചെയ്യുന്നതോ അല്ല. ഈ മഹാസിനിലോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ടതാണ്, പരസ്പര ധാരണയിൽ പോകുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർ, സഹോദരിമാർ, പെൺകുട്ടികൾ പിന്നെ അത് ഭർത്താവിനോട്, ഭർത്താവിൻ്റെ വീട്ടുകാരോട്, മക്കളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തു പോരുന്ന ഒരു കാര്യത്തെ ഒരിക്കൽ പോലും അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. കൂടുതൽ പഠിക്കുമ്പോൾ ബോധ്യപ്പെടും ഏറ്റവും നല്ല സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും.